ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ പറയട്ടെ. രമേശ് ആ പറഞ്ഞത് സാറൊന്നും വിളിക്കണ്ട, രമേശ് എന്ന് വിളിച്ചാൽ ഐ എം യുവർ ഫ്രണ്ട്. ഓക്കെ രമേശ് ആ പറഞ്ഞത് ശരിയല്ല, അത് ക്ലിയർ ആക്കി ഒന്നുകൂടി തരണം. ഞാൻ പരിപൂർണമായിട്ടുള്ള ആളൊന്നും അല്ല കേട്ടോ, എല്ലാം അറിയുന്ന ആളൊന്നുമല്ല. പക്ഷേ ഒരാളായിട്ട് സൂപ്പറായിട്ട് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതാക്കി തരാൻ ഞാൻ സൂപ്പറാണ്. Welcome to Fluency Multiplier, making people confident in English. വെറുതെ ടെൻഷൻ അടിച്ച് ജീവിച്ചിട്ട് എന്താ കാര്യമുണ്ടാ? ഈ ഇംഗ്ലീഷ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ജീവിക്കാനുള്ള, സന്തോഷമായിട്ട് ജീവിക്കാനുള്ള, സമ്പത്ത് കൊണ്ട് ജീവിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് മാറണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഇതുകൊണ്ട് ഗുണം ഉണ്ടാവുള്ളൂ. ശരിയല്ലേ? യു മസ്റ്റ് എൻജോയ് ലൈക്ക് ദാറ്റ്. നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരൊറ്റ കാര്യം എന്ന് പറയുമോ, ഇപ്പം നിങ്ങൾ ഇട്ടെങ്ങനെ ഡ്രസ്സ്, നിങ്ങൾ കല്യാൺ സിൽസിൽ പോയി, നിങ്ങൾ ജയലക്ഷ്മി പോയി, നിങ്ങൾ ഷീമാട്ടി പോയി, അവിടെ കുറേ ഷർട്ട്സും പാൻസും ഒക്കെ ഉണ്ട്, സാരീസ് ഉണ്ട്, ചുരിദാർസ് ഉണ്ട്, എല്ലാം നിങ്ങൾ വാങ്ങോ? നിങ്ങളെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കുന്നത് മാത്രമേ വാങ്ങുള്ളൂ. ശരിയല്ലേ? എന്തുകൊണ്ടാ? ഇതിട്ടുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫീൽ വരണം. ശരിയല്ലേ? അവിടെ നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകളിൽ ഇങ്ങനെ വേർഡുകൾ സെലക്ട് ചെയ്യാറുണ്ടാ? ഇതേത് ഭാഷയെ പറഞ്ഞേ? Words are something great. You must focus on your words. Words കൊണ്ട് അത്ഭുതങ്ങൾ തീർക്കാം നമുക്ക്. ഇവിടെ നിങ്ങൾ സംസാരിക്കുമ്പോഴല്ലേ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആളുകൾക്ക് തോന്നണേ? ശരിയല്ലേ? നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഭയങ്കര പവർഫുൾ വേർഡ്സുകളും സന്തോഷകരമായിട്ടുള്ള വേർഡ്സുകൾ സംസാരിക്കുമ്പോൾ ആളുകൾക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത് തോന്നും. നിങ്ങളുടെ അടുത്ത് സംസാരിച്ച ഒരു സമാധാനം തോന്നും, ഒരു സന്തോഷം തോന്നും. എന്താണ് കാരണം? ഈ ഒരൊറ്റ സാധന. ശരിയല്ലേ? ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ പറയട്ടെ. രമേശ് ആ പറഞ്ഞത് സാറൊന്നും വിളിക്കണ്ട, രമേശ് എന്ന് വിളിച്ചാൽ ഐ എം യുവർ ഫ്രണ്ട്. ഓക്കെ രമേശ് ആ പറഞ്ഞത് ശരിയല്ല, അത് ക്ലിയർ ആക്കി ഒന്നുകൂടി തരണം. അല്ലെങ്കിൽ ഈ പറഞ്ഞത് ശരിയല്ല, ഇത് ഇങ്ങനെയാണ്, അതല്ല ശരി. ഞാൻ പരിപൂർണമായിട്ടുള്ള ആളൊന്നും അല്ല കേട്ടോ, എല്ലാം അറിയുന്ന ആളൊന്നുമല്ല. ഒരു കവിതയിൽ പറയുന്ന പോലെ, ഒരു പൊതി ചോറുമായി നിൽക്കുന്നതിന് മുൻപിൽ ഒരു പിടി ചോറുമായി നിൽക്കുന്നു ഞാൻ. അത്രയേ ഉള്ളൂ. ഞാൻ അത്ര ചെയ്യുന്നില്ല. എനിക്ക് അഹങ്കാരമൊന്നുമില്ല, എനിക്ക് എല്ലാം അറിയാമെന്നൊന്നും ഞാൻ പറയൂല. നിങ്ങൾ ഇംഗ്ലീഷിൽ ചില വേർഡുകൾ വെച്ചാൽ ഞാൻ മിണ്ടൂല, എനിക്കറിയാൻ പറ്റൂല, ഞാൻ അറിയില്ലെന്ന് പറയുകയും ചെയ്യും. ഉള്ള കാര്യം പറയാം, എനിക്കറിയാൻ പാടില്ല. ഞാൻ ഡിക്ഷണറി ഒന്നുമല്ല. പക്ഷേ ഒരാളായിട്ട് സൂപ്പറായിട്ട് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതാക്കി തരാൻ ഞാൻ സൂപ്പറാണ്. അത് ഞാൻ കോൺഫിഡൻറ്റാ, അതിന് ഞാൻ കോംപ്രമൈസ് ചെയ്യൂല. റൈറ്റ്? ഒരു മനുഷ്യനെ ദൈവതുല്യമാക്കുന്നത് ഈ ഒരൊറ്റ സാധന. മക്കളെ, മൗത്ത് ഓപ്പൺ ആണ്. നോക്കിയേ, ഇതൊന്നും ബുദ്ധിമുട്ടല്ല. 5 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആവുന്നേ ഉള്ളൂ. ഇത് കണ്ടത് നിങ്ങൾ പേടിക്കരുത് കേട്ടാ. ഇതിനെയൊന്നും നിങ്ങൾ പേടിക്കല്ലേ. ഇതാണ് വലുതെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെറുതാവും. ഇതാണ് വലുതെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെറുതാവും. നിങ്ങളാണ് വലുതെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് ചെറുതാവും. ഈ ടങ് ട്വിസ്റ്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ ടങ്ങിൻ്റെ ഫ്ലെക്സിബിലിറ്റി, മൗത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി, ബ്രീത്തിൻ്റെ കൺട്രോള്, മനസ്സിൻ്റെ ഉള്ളിൽ റിതം, ഇത്രയും കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യും. നമ്മൾ വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടത്തില്ല, പക്ഷേ 3-4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുമ്പോൾ അത് കിട്ടും. അപ്പം നിങ്ങൾ എന്താണ് ഇതിൽ ഓരോ സ്റ്റഡി മെറ്റീരിയലിൽ നിന്നും നിങ്ങൾക്ക് ഓരോ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യണം. ഇപ്പം ടങ് ട്വിസ്റ്റർ നിങ്ങൾക്ക് തരുന്നത് ടങ്ങിൻ്റെ ഫ്ലെക്സിബിലിറ്റി, മൗത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി, ബ്രീത്തിൻ്റെ കൺട്രോള്, മനസ്സിൻ്റെ ഉള്ള റിതം. ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ മ്യൂസിക് പഠിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ മ്യൂസിക് അറിയാവുന്ന ഒരാളോട് ഈ പാട്ടിൻ്റെ രാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ഒറ്റയടിക്ക് പറയും ഇത് സിന്ധു ഭൈരവിയാണ് അല്ലെങ്കിൽ ഇത് ഇന്ന രാഗമാണെന്ന് പറയും. അല്ലേ? നമ്മളോട് ചോദിച്ചാലോ പറയാൻ പറ്റൂല. കാരണം മൈൻഡ് നോട്ടുണ്ട്. ഇപ്പം വളരെ ഫാസ്റ്റായിട്ട് ഒരു ഇംഗ്ലീഷുകാരൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടങ് ട്വിസ്റ്റർ പ്രാക്ടീസ് ചെയ്യുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. കാരണം മനസ്സിൻ്റെ ഉള്ളിലൊരു റിതം ഡെവലപ്പ് ചെയ്യും. Welcome to Fluency Multiplier, making people confident in English.